ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം, രാത്രി എന്നല്ല പകലെന്നല്ല എപ്പോൾ നോക്കിയാലും കറണ്ട് പോവുകയാണ്. പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന് നമ്മൾ ഈ പ്രാവശ്യത്തെ ബില്ലല്ല, ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യത്തെ ബില്ലിൽ വരെ നമുക്കറിയാം KSEBിയുടെ ബില്ലിൽ അടിയിൽ പരസ്യം വന്നിട്ടുണ്ടായിരുന്നു, KSRTCയിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇപ്പോൾ ഈ ചൂടായപ്പോൾ നമുക്കറിയാം ഇനി അടുത്ത വർഷം ഇതിലും ചൂട് കൂടുമായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ സെയിൽ AC നടന്നിട്ടുള്ളത് ഈ വർഷമാണ്. ടെക്നീഷ്യന്മാർക്ക് ഒഴിവില്ല, സൺഡേ അടക്കം പോയി ഫിറ്റിങ്. AC എടുത്ത ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, ഒരാഴ്ചയോളം ടെക്നീഷ്യനൊക്കെ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്രാവശ്യമാണ്, കാരണം അത്രത്തോളം ചൂട് കൂടിയതുകൊണ്ട്. എന്നിട്ട് KSEB പറയുകയാണ്, രാത്രി സാധാരണ പീക്ക് ടൈം എന്ന് പറയുന്നത് 6 മുതൽ 10 മണി വരെ ആയിരുന്നു. ഇപ്പോൾ അവർ പീക്ക് ടൈം വെച്ചിരിക്കുന്നത് 6 മുതൽ 11 മണി വരെയാണ്, അതോ വൈകിട്ടുള്ള സമയത്ത്. ഇത്രത്തോളം പീക്ക് ടൈം ആയാലും സത്യം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ആൾക്കാരൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുക ഏകദേശം ഒരു 9:30-10 ഒക്കെ ഇടയിലായിരിക്കും. ഈ സമയത്തൊക്കെ പീക്ക് ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫാൻ ഇടാൻ പറ്റില്ല, AC ഇടാൻ പറ്റില്ല എന്ന് വെച്ചാൽ പിന്നെ KSEBിയുടെ കണക്ഷൻ്റെ തന്നെ ആവശ്യം വരുന്നു തോന്നുന്നില്ല. അവർ പറയുന്നത് ഈ സമയത്തൊന്നും AC അതേപോലെ തന്നെ മോട്ടർ ഒക്കെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വൈദ്യുതി ഉപയോഗം വരുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സാധാരണക്കാരന് ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് സ്വസ്ഥമായിട്ട് കിടക്കാമെന്ന് വെച്ചാൽ മിനിമം ഒരു 6 പ്രാവശ്യം 8 പ്രാവശ്യം രാത്രിയിൽ കറണ്ട് പോകുന്നുണ്ട്. ചൂടെടുത്തിട്ട് ആൾക്കാരൊക്കെ കിടക്കാനും വയ്യ. പിന്നെ അതേപോലെ മോട്ടോർ ഉപയോഗം അഥവാ വെള്ളമടിക്കുന്ന മോട്ടറൊക്കെ ഒരു ദിവസത്തിൽ തന്നെ നമ്മുടെ കിണറിലൊക്കെ വെള്ളത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് 5 പ്രാവശ്യം 6 പ്രാവശ്യമൊക്കെയാണ് ഓരോരുത്തർ മോട്ടർ യൂസ് ചെയ്യുന്നത്. ആ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാനും പറ്റില്ല. പിന്നെ ഒന്നാമത് ഇപ്പോൾ സ്കൂൾ അവധിയാണ്, അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത് കുട്ടികളുണ്ടാവും വീട്ടിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗം കൂടുതലായിരിക്കും. ഇത്രയും വർഷങ്ങളായിട്ട് KSEB ഇതിനെ മുൻകൂട്ടി കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ ചൂട് കാലം വരാൻ പോവുകയാണ്, വൈദ്യുതി ഉപയോഗം കൂടുതലാണ് എന്ന് പറഞ്ഞിരുന്ന KSEB ഇതിനെ മുൻകൂട്ടി കണ്ടിട്ട് ഒരു പ്ലാനും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു അബദ്ധത്തിൽ വന്ന് ചാടുന്നത്. ഇനി KSEBയോട് പറയാനുള്ളത്, അടുത്ത വർഷവും ഇതിനേക്കാൾ കൂടുതൽ ACയുടെ ഉപയോഗം കൂടുതലായിരിക്കും. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് AC ടെക്നീഷ്യന്മാർക്ക് തന്നെ ഫുൾ ടൈം വർക്കാണ്, അഥവാ സൺഡേ അടക്കം വർക്കുണ്ട്. അത്രത്തോളം തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ ACയുടെ ഉപയോഗം കൂടുതലായിരിക്കും. അത് മുൻകൂട്ടി കണ്ടിട്ട് ദയവ് ചെയ്ത് അടുത്ത വർഷമെങ്കിലും ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് KSEBയോട് ഇനി പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഏകദേശം ഒരു 2-2.5 ലക്ഷത്തോളം രൂപ ഫിനാൻഷ്യലായിട്ട് എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സോളാറിലേക്ക് മാറുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ഐഡിയ. അല്ലാന്നുണ്ടെങ്കിൽ EMI ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു, അവിടെ EMI ഓപ്ഷൻ 2500 ഇട്ടിട്ടാണ് അവർ എടുത്തിട്ടുള്ളത്. 280 അവർക്ക് വന്നത്. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ പറ്റുന്നവർക്ക് നമുക്ക് അതുകൂടി ചെയ്യാവുന്നതാണ്.